ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അഹമ്മദാബാദ് മദ്രാസിൽ 2024-25 ആരാധനാ വർഷവും കുടുംബാരാധനാ വർഷമായി പ്രഖ്യാപിച്ച നമ്മുടെ ആത്മീയമായ ഒരു ഉണർവിന് കാരണമായി തീരുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വർഷമാണ്. അതിൽ തന്നെ ഫെബ്രുവരി മാസം യുവാക്കൾക്കും യുവതികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായി നാം വേർതിരിച്ചിരിക്കുകയാണ്. മുമ്പൊന്നുമില്ലാത്തവണ്ണം നമ്മുടെ യുവാക്കളും യുവതികളും വളരെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതായ കാലഘട്ടമാണ്. ഒന്നാമതായി വിശ്വാസ തീഷ്ണത കുറഞ്ഞു വരുന്നു. ആധുനികമായ സൗകര്യങ്ങളും സാമ്പത്തികമായ ഔന്നത്യവും ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ഉയർച്ചയും ഫ്രീ തിങ്കിങ് പോലെയുള്ളതായ കാര്യങ്ങളും അതുപോലെ മറ്റ് ഡിസ്ട്രാക്ഷൻസും സഭാജീവിതത്തിൽ നിന്ന് അവരെ വേർതിരിക്കുവാനായി പ്രേരിപ്പിക്കുന്നു. ജോലിപരമായിട്ടുള്ളതായ കാര്യങ്ങൾ മറ്റൊരു പ്രധാന പ്രതിസന്ധിയാണ്. നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും തക്കതായ ജോലി ലഭിക്കുന്നില്ല. ജോലി ലഭിച്ചാൽ ശമ്പളം ലഭിക്കുന്നില്ല. ശമ്പളം ലഭിച്ചാൽ തന്നെ ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് അവരുടെ ജോലിയിൽ വളരെ പ്രതിസന്ധികൾ അവർ നേരിടുന്നു. മൂന്നാമതായി വ്യക്തിജീവിതത്തിലുള്ളതായ പ്രതിസന്ധിയാണ്. പലതരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കുകയാണ്. രോഗങ്ങൾ മൂലം, സാമ്പത്തിക ഞെരുക്കങ്ങൾ മൂലം, കുടുംബ പ്രശ്നങ്ങൾ മൂലം, വിവാഹ ജീവിതത്തിലുള്ളതായ പ്രശ്നങ്ങൾ മൂലം ഒക്കെ ധാരാളം പ്രതിസന്ധികൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നു. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മുൻ തലമുറകൾക്കും ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആധുനിക തലമുറയ്ക്ക് ഇതിനെയൊന്നും വഹിക്കുവാനായിട്ടുള്ളതായ ശക്തി ഇല്ല എന്നുള്ളതാണ് നാം കണ്ടുവരുന്നതായ കാര്യം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആത്മീയമായ ഒരു അടിസ്ഥാനമില്ലായ്മ കൊണ്ടാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ മുതിർന്ന തലമുറ ഇതിനെയൊക്കെ അതിജീവിച്ചവർ എന്ന നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീയമായി വളർത്തിക്കൊണ്ടുവരുവാനും ഉപദേശങ്ങൾ നൽകുവാനും ശക്തീകരിക്കുവാനും ഒക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഈ മാസം നമ്മുടെ ഇടവുകളിലൊക്കെ ഇതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറഞ്ഞ് അവരെ ബോധവൽക്കരിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ എടുക്കുവാനായിട്ടുള്ളതായ ആ ഒരു കൂടുതൽ ശക്തമായിട്ട് നാം അതിനു വേണ്ടിയിട്ട് പ്രതികരിക്കണം. അതുപോലെ വ്യക്തിപരമായി ഇവരെ കണ്ട് നമ്മുടെ യുവാക്കളെ ശാക്തീകരിക്കുവാൻ തക്കവണ്ണം ഇടവക വികാരിമാരും അതുപോലെ തന്നെ ആത്മീയ പ്രസ്ഥാനങ്ങളുടെ ചുമതല വഹിക്കുന്നവരും എല്ലാവരും തന്നെ അതിൽ ഉത്സാഹിക്കണമെന്ന് ഓർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ഇന്നത്തെ യുവത അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങളെ ഒന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ യുവതലമുറ അനുഭവിക്കുന്നതായ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ദ വീക്കനിങ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ദ സ്പിരിച്വൽ ലൈഫ് എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും ഒരു ശോഷണം നമ്മുടെ ജീവിതത്തിൽ കണ്ടുവരുന്നുണ്ട്. യുവാക്കളുടെ ഇടയിൽ പ്രത്യേകിച്ച് സെക്കുലർ ചിന്തയും ഭൗതികതയുടെയും അതിപ്രസരണം അത് വളരെയധികം യുവാക്കളെ സ്വാധീനിക്കുന്നുണ്ട്. അനേകം യുവാക്കൾ അതുമൂലം ദൈവവിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു. അതുപോലെ തന്നെ പള്ളി ആരാധനകളിലും പ്രാർത്ഥനകളിലും കൂദാശകളിലും ഒക്കെയുള്ളതായ യുവാക്കളുടെ കുറവ് നാം ഇവരുടെ ഇത്തരത്തിലുള്ളതായ കൊഴിഞ്ഞുപോക്കിൻ്റെ ഒരു കാരണമായി നാം മനസ്സിലാക്കണം. ഇങ്ങനെ കൊഴിഞ്ഞു പോകുവാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സാമ്പത്തികമായ വലിയ ഉന്നമനത്തിലൂടെ കടന്നു പോകുന്നതായ പ്രതിസന്ധികളില്ലാത്ത ഒരു കാലഘട്ടമാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച മൂലം നാം അനുഭവിക്കുന്നതായ സുഖസൗകര്യങ്ങളാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. രണ്ടാമതായിട്ട് സ്വതന്ത്ര ചിന്തകൾ, ഫ്രീ തിങ്കിങ് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ. അത് നേരത്തെ പാശ്ചാത്യ രാജ്യത്തുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മുടെ പൗരസ്ത്യ ദേശങ്ങളിലും വളരെയധികമാണ്. ഇത് സാമൂഹ്യ വ്യവസ്ഥകളിലുള്ളതായ നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ പാരമ്പര്യത്തെയും അതിൽ നിന്നൊക്കെ അകറ്റുവാനായി യുവാക്കളെ പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കൾട്ടിക് ആരാധനകളുടെ ഒരു സ്വാധീനം. ആധുനിക കാലത്ത് വ്യക്തിപരമായ ആളുകൾ നടത്തുന്നതായ ചില പ്രസ്ഥാനങ്ങളൊക്കെ
നമ്മുടെ യുവാക്കളെ അതിലേക്ക് ആകർഷിക്കുന്നു. അങ്ങനെ പരമ്പരാഗതമായി നമ്മുടെ ആരാധന ജീവിത ശൈലിയിൽ നിന്ന്, വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുന്നു. രണ്ടാമതായിട്ട്, ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ കൾച്ചർ ആൻഡ് മോറൽ ഡിക്ലൈൻ. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ സ്വാധീനവും അതുമൂലം ഉണ്ടാകുന്നതായ ധാർമ്മികമായ അധപ്പതനവും നമ്മുടെ യുവാക്കളെ സ്വാധീനിക്കുന്നതായ ഒന്നാണ്. സാമൂഹ്യ മാധ്യമങ്ങളുടെയും സിനിമകളുടെയും സമപ്രായക്കാരുടെയും ഒക്കെ സ്വാധീനം മൂലം പാശ്ചാത്യ ചിന്തകൾ യുവാക്കളിൽ സ്വാധീനം ചെലുത്തുന്നത് മൂലം പൗരസ്ത്യ ഓർത്തഡോക്സ് സഭാ പാരമ്പര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ യുവാക്കളെ പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെയുള്ളതായ കൾച്ചറലായിട്ടുള്ളതായ വലിയ ഒരു പ്രതിസന്ധി നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വിവാഹം, വ്യക്തിപരമായ ജീവിതത്തിൽ അവരുള്ളതായ പ്യൂരിറ്റി നഷ്ടപ്പെടുന്നു എന്നുള്ളത്. വിവാഹപൂർവ്വ ബന്ധങ്ങൾ, പ്രീമാരിറ്റൽ സെക്സ്, ഇതൊക്കെ വളരെ ലഘൂകരിച്ച് കാണുന്നതായ ഒരു സംസ്കാരമാണ് പാശ്ചാത്യ സംസ്കാരം. നമ്മുടെ സംസ്കാരം അതിന് വിരുദ്ധമായിരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഇത് വളരെ അധികം ആയിട്ട് വർദ്ധിച്ചു വരുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിൻ്റെ ഒരു അടയാളമാണ് ഈ ലിവിങ് ടുഗദറും ഒക്കെ. അതുപോലെ തന്നെ കുടുംബജീവിതത്തിൻ്റെ ഒരു പരിപാവനത നമ്മളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റാണ്. ഇതൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. മദ്യമയക്കുമരുന്നുകളുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വരുന്നതായൊരു കാലഘട്ടം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളുടെ യുവാക്കൾ കൂടുതൽ ലൗകികരായി ജീവിക്കുന്നു. സ്പിരിച്വൽ ആസ്പെക്റ്റ് അവരിൽ നിന്ന് നഷ്ടപ്പെടുന്നു, വിശ്വാസം നഷ്ടപ്പെടുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ക്രൈസിസ് ആൻഡ് കൾച്ചറൽ കൺഫ്യൂഷൻ എന്നുള്ളതാണ്. ഒരു വ്യക്തിത്വ പ്രതിസന്ധിയും സാംസ്കാരികമായ ഒരു ശൂന്യതയും നമ്മുടെ യുവാക്കളുടെ ഇടയിലുണ്ട്. അത് പ്രത്യേകമായിട്ടും കേരളത്തിന് വെളിയിൽ താമസിക്കുന്നവരുടെ ഇടയിലാണ്, യുവാക്കളുടെ ഇടയിലാണ് അത് കണ്ടുവരുന്നത്. അവരുടെ ഒരു റൂട്ടായിട്ടുള്ളതായ ഒരു തനതായിട്ടുള്ളതായ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് കേരളീയമാണ്. എന്നാൽ അവർ താമസിക്കുന്ന ഇടങ്ങളിൽ അവർക്ക് അതിനായിട്ടുള്ളതായ ഒരു പ്രത്യേകമായ സംസ്കാരമുണ്ട്. എന്നാൽ ഇന്നത്തെ ലോകം വാഗ്ദാനം ചെയ്തതായ ആഗോളവൽക്കരണ സംസ്കാരവും ഉണ്ട്. ഇതിനിടയിലാണ് നമ്മുടെ യുവാക്കൾ ജീവിക്കുന്നത്. ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളതൊരു സംശയം അവരുടെ ഇടയിലുണ്ട്. അതുമൂലം പാരമ്പര്യങ്ങളെയും മൂല്യങ്ങളെയും ഭാഷകളെയും സംസ്കാരത്തെയും ഒക്കെ നിലനിർത്തുന്നതിന് വലിയ പ്രശ്നങ്ങൾ നമ്മുടെ യുവാക്കളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. നാലാമതായിട്ട്, സോഷ്യൽ മീഡിയ ആൻഡ് ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ്. സാമൂഹ്യ മാധ്യമങ്ങളും ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ളതായ ചിന്തകളും വളർത്തുന്നതിലൂടെ നമ്മുടെ യുവാക്കളുടെ ഇടയിലുള്ളതായ പ്രതിസന്ധി. അമിതമായ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഉപയോഗം ആത്മീയമായ വിരക്തിക്കും പലതരത്തിലുള്ളതായ ആസക്തികൾക്കും ആങ്സൈറ്റി, ഡിപ്രഷൻ മുതലായ മാനസിക രോഗങ്ങൾക്കും കാരണങ്ങളാകുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ പല കാര്യങ്ങളും ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ അമിതമായ ഉപയോഗം മൂലം നമുക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രത്യേകിച്ച് ക്രിസ്തീയ വിശ്വാസത്തെയും സഭയെയും സഭാപിതാക്കന്മാരെയും അതുപോലെ പൗരോഹിത്യ സ്ഥാനികളെയും ഒക്കെ കരിവാരിത്തേച്ച് കാണിക്കുന്ന പ്രവണത കൂടുകയാണ്. അതുപോലെ തന്നെ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ചില ഗ്രൂപ്പുകളൊക്കെ സഭയുടെ വിശ്വാസത്തെ ഇകഴ്ത്തി കാണിക്കുവാനായിട്ട് ശ്രമിക്കുന്നതിലൂടെ ചിലരുടെയൊക്കെ സഭാജീവിതത്തിൻ്റെ തീഷ്ണത നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അഞ്ചാമതായിട്ടുള്ളത് കരിയറിനെ കുറിച്ചുള്ളതായ ഒരു ചിന്ത നമ്മുടെ യുവാക്കളുടെ ഇടയിൽ കൂടുതലായിട്ടുണ്ട്. ജോലിസ്ഥലത്തെ മത്സരാത്മകതയും സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചുള്ളതായ ആകുലതയും വിശ്വാസത്തേക്കാൾ ജോലിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിനും അതിന് പ്രാധാന്യം നൽകുന്നതിനും യുവാക്കളെ പ്രേരിപ്പിക്കുന്നു. ഇപ്രകാരമുള്ളതായ ചിന്ത പലപ്പോഴും കുടുംബം, സഭ, മൂല്യാധിഷ്ഠിത ജീവിതം എന്നിവയെ അവഗണിക്കുന്നു, വിശ്വാസത്തെ അവഗണിക്കുന്നു. അതുപോലെ തന്നെ കുടുംബത്തെക്കുറിച്ചുള്ളതായ കൺസെപ്റ്റ് ഇല്ലാതെയാകുന്നു. ഇങ്ങനെ പലതരത്തിലുള്ളതായ കാര്യങ്ങൾ പ്രധാനമായിട്ടും അവർക്ക് വേണ്ടുന്നത് ജോലിയാണ്. അഞ്ചാമതായിട്ട് ഫാമിലി ലൈഫിനെ കുറിച്ചും അതിലുള്ളതായ പ്രതിസന്ധിയാണ്. കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളാണ്. പല യുവജനങ്ങളും വിവാഹം താമസിപ്പിക്കുന്നു. വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചാൽ പോലും വിവാഹത്തിന് താല്പര്യമില്ല, വിവാഹത്തിന് താമസിപ്പിക്കുന്നു. വിവാഹം
താല്പര്യമുണ്ടെങ്കിൽ പോലും അവർക്ക് തക്കതായ പങ്കാളികളെ ലഭിക്കുന്നില്ല. മാത്രമല്ല, നമ്മുടെ സഭകളിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ളതായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നില്ല. അതിനേക്കാൾ കൂടുതലായ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മറ്റ് സമുദായങ്ങളിൽ നിന്ന് ഉള്ളതായ വിവാഹമാണ്. ഇതൊക്കെ നമ്മുടെ ആത്മീയതയെ, കുടുംബ സംവിധാനങ്ങളെ, പാരമ്പര്യമായ മൂല്യങ്ങളെ ഒക്കെ തകിടം മറിക്കുന്നതായ കാര്യങ്ങളാണ്. ഏഴാമതായിട്ട് ഓർത്തഡോക്സ് ക്രിസ്തീയ കൂട്ടായ്മയുടെയും അനുകരിക്കത്തക്കതായ വ്യക്തിത്വങ്ങളുടെയും അഭാവം. The absence of fellowship of Orthodox Christianity are also the absence of models in our life. യുവജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നവരുടെ അഭാവം യുവാക്കളുടെ വിശ്വാസത്തിൽ നിന്ന് അടുപ്പിക്കുന്നതിനുള്ളതായ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ പണ്ടത്തെ പോലെ ഒരു ആത്മീയമായ ഉണർവുള്ളതായ പിതാക്കന്മാർ നമുക്ക് ഇല്ലാതെ ആകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു. ഇത് ഇന്നത്തെ ഒരു വലിയ ഒരു ശാപമാണ്. എങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആത്മീയമായ പഠിപ്പിക്കലുകൾ ശക്തമാക്കണം. സ്പിരിച്വൽ ടീച്ചിങ് മിനിസ്ട്രി സ്ട്രെങ്തൻ ചെയ്യണം. ഇടവകകളിൽ യുവാക്കൾക്ക് കൂടുതൽ പങ്കാളിത്തം നൽകണം. അവരെ കൂടുതലായിട്ട് അതിൻ്റെ ഭരണകരമായും അല്ലാതെയുമുള്ളതായ സ്ഥാനങ്ങളിൽ യുവാക്കൾക്ക് കൂടുതൽ പങ്കാളിത്തം നൽകുവാൻ തക്കവണ്ണം ഇടവക ജനങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പ്രായമായവർ ശ്രദ്ധിക്കണം. സ്പിരിച്വൽ ഫാദേഴ്സിനെ കണ്ടെത്തണം, അവരുണ്ടാകണം സഭയിൽ. അതുപോലെ തന്നെ ക്രിസ്തീയ കൂട്ടായ്മകളും സമൂഹമായ ഒരു ഉണർവും നമുക്കുണ്ടാക്കിയെടുക്കണം. ഫെലോഷിപ്പ് വിത്തിൻ ദ ചർച്ച് അത് നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ അത്യാധുനികങ്ങളെയും പാരമ്പര്യങ്ങളെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കണ്ണി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ പലതരത്തിൽ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ യുവാക്കളെ നമ്മുടെ സഭയോട് അടുപ്പിച്ച് നിർത്തുവാൻ, വിശ്വാസത്തോട് അടുപ്പിച്ച് നിർത്തുവാൻ തക്കവണ്ണം ഇടയാകണം. അതിന് നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.